ഈ ഒരാളിനെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാതെ എവിടെയോ കള്ളും കഞ്ചാവും ഒക്കെ കഴിച്ചിട്ട് എവിടെയോ മൂലയ്ക്ക് സ്വകാര്യതയിൽ പോയിരുന്ന് 100 രൂപയ്ക്ക് നെറ്റും റീചാർജ് ചെയ്തിട്ട് ഒരു ഫോണിന്റെ സ്വകാര്യതയല്ലേ അതെടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഈ അശ്ലീലം സ്ത്രീകളെ കുറിച്ചായിക്കോട്ടെ പുരുഷന്മാരെ കുറിച്ചായിക്കോട്ടെ യേശുദാസിനെ കുറിച്ചായിക്കോട്ടെ മമ്മൂട്ടിയെ കുറിച്ചായിക്കോട്ടെ മഞ്ജു വാര്യരെ കുറിച്ചായിക്കോട്ടെ ലക്ഷ്മി പ്രിയയെ കുറിച്ച് ആരെക്കുറിച്ചും എന്തും എഴുതുന്ന രീതിയിൽ എന്ത് പുരോഗമനം എന്ത് സാമൂഹിക പുരോഗമനമാണ് മലയാളികൾ നേടിയത്. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷവും ISROയുടെ പേജിന്റെ താഴെ വരെ വന്നിട്ട് ഈ ചീത്ത പറയുന്നത് മലയാളം ലാംഗ്വേജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്റെ രാഷ്ട്രീയം, എന്റെ മതം, എന്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ വിശ്വാസം അവിശ്വാസം ഇതൊന്നും താങ്കളെ ഒരു രീതിയിലും ബാധിക്കാത്ത വിഷയങ്ങളാണ്. എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ സത്യം പറഞ്ഞ പേടിയ, ഇഷ്ടമില്ല. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ആ പറയുന്ന ഇന്റർവ്യൂ ആയിട്ട് നമ്മുടെ കണ്ടന്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നത് പോലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു ആൻസർ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കാണാണ്ട് ഈ തംബ്ലൈൻ മാത്രം വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടോ എന്തൊക്കെ തെറിയും തെമ്മാടിത്തരും ഒക്കെയാണ് ഈ എഴുതി വെക്കുന്നത്. എന്റെ അച്ഛനെയും വീട്ടിൽ ഇരിക്കുന്ന പാവ അമ്മേനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെരി സീരിയസ് കോൺവെർസേഷൻ ആയിരുന്നു ഇത്, ഒരു ബിഗ് ഇഷ്യൂ. അതിനെയാണ് അശ്വിൻ ഭാസ്കർ എടുത്തിട്ട് ഇങ്ങനെ പാട്ടാക്കിയിരിക്കുന്നത്. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. ശരി, ആ കുട്ടിയെ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും പറയാം. എയർപോർട്ട് മാനേജർ സുരായേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ട് എന്നെ ഒരു VVIP സ്യൂട്ടിലേക്കാണ് ഇവരെന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഒക്കെ വരുമ്പോ ഇരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒക്കെ ഉള്ളവരെ കൊണ്ടുപോയി ഇരുത്തത്തില്ലേ, അതുപോലെയാണ് എന്നെ കൊണ്ടുപോയിരിക്കണേ. നിങ്ങളുടെ ബിഗ് ബോസ് ഒക്കെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസും കൂടെ ആയിരുന്നു. ആണോ? അപ്പം അത് കഴിഞ്ഞിട്ടായിരുന്നല്ലോ. സ്റ്റിൽ കോണ്ടാക്ട്സ് ഉണ്ടോ? കോണ്ടാക്ട്സ് ഉള്ളത് എനിക്ക് റോബിന്റെ അടുത്ത് മാത്രമാണ്. എനിക്ക് വേറെ ആരുമായിട്ടും കോണ്ടാക്ട് വേണ്ട, അത് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കാം? കണ്ടതെല്ലാം പൊയ്മുഖ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഈ 12th തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. റാ എന്നാണ് സിനിമയുടെ പേര്. ഇന്ന് നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ, ഹായ്. എന്താണ് ഈ റാ? റാ എന്ന അക്ഷരത്തിന് എപ്പോഴും ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ബാക്കി മലയാളത്തില് 56 അക്ഷരങ്ങളില് ഈ ഴ ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാ അക്ഷരങ്ങളും വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾ മലയാളത്തിലുണ്ട്. ഇപ്പോ ഹരിനാമകീർത്തനം നോക്കിയാൽ തന്നെ ഹരിനാമകീർത്തനം എടുക്കുകയാണെങ്കിൽ അതിലെങ്കിലും ണ തൊട്ടിട്ട് ഢ ഢ ഡ ഇഢ ഒക്കെ വെച്ചിട്ട് ഒക്കെ തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ഴ ഞങ്ങൾ അതും നോക്കുമ്പോ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. വ കഴിഞ്ഞിട്ട് പിന്നെ ഴി താഴേന്ന് തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഈ ഒരു അക്ഷരത്തിന്റെ സപ്പോർട്ട് പോലെ തന്നെ ഇതിലെ അഭിനയിക്കുന്ന മെയിൻ ക്യാരക്ടർ, മെയിൻ കഥാപാത്രമായ നമ്മുടെ ക്രിസ്റ്റിക്കും ഒരു സപ്പോർട്ട് വേണം. ആ ക്രിസ്റ്റിയുടെ ബാക്കിയുള്ള അക്ഷരങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആണ് ഞങ്ങൾ എല്ലാവരും. ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വയനാടല്ല സ്ഥലം? വയനാടാണ്. ഓക്കെ. അപ്പം എന്താണ് ഇതിൽ പരിപാടികൾ? മൂവി ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ റായ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു വേർഡ് ഫ്രണ്ടിൽ വേണം എന്നുള്ളത് പോലെ തന്നെയാണ് രണ്ട് ക്യാരക്ടേഴ്സ്. എക്സ്ട്രീം ലെവലിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയാണ് രാജലക്ഷ്മി അല്ലേ? രാജലക്ഷ്മി. ഒരാൾക്ക് ലക്ഷ്മിയും ഒരാൾക്ക് രാജലക്ഷ്മിയുമാണ്. സോ കാമുകിയും അമ്മയും ഒരു ഭാര്യയും ഒക്കെ ആവുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. സോ എക്സൈറ്റഡും കൂടെയാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ബാറ്റിലി വെയിറ്റിംഗ് ആണ്. ഭയങ്കര ഇപ്പൊ ലക്ഷ്മി ചേച്ചി നോക്കുമ്പോൾ നമ്മള് എത്രയോ സിനിമകളിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതില് കോമഡി ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. ലക്ഷ്മി ചേച്ചിയുടെ എത്ര കോമഡി ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ഇപ്പൊ കാണുന്നില്ല. അതിന്റെ റീസൺ ചിലപ്പോൾ എന്തൊക്കെ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റോറികളാണല്ലോ സിനിമയായിട്ടും വരിക. ആ സമൂഹത്തിന്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും സിനിമയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് ജോലി തേടി പോകുന്ന
ചെറുപ്പക്കാര് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ അവർ ഏതെങ്കിലും ഒരു ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ നാടോടിക്കാറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, ആ വീടിന്റെ അയലത്തൊരു നായികയുണ്ട്, നായികയ്ക്ക് അമ്മയുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. അതേസമയം ഇപ്പൊ ആൾക്കാർ ഇപ്പം ഇൻഫോസിസിലോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ ഒക്കെ ജോലിക്കായിട്ട് വരുമ്പോ അവരവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഫ്ലാറ്റ് ലൈഫ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആരാ താമസിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലേ? അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു കാമുകിക്കോ ഒരു അമ്മയ്ക്കോ ഒരു സ്ത്രീ പ്രാതിനിധ്യം? സ്കോപ്പില്ല, തീർച്ചയായിട്ടും അവിടെ സ്കോപ്പില്ല. അപ്പം സ്റ്റോറി, നമ്മുടെ സമൂഹം ഒരുപാട് ആ ലെവലിലേക്ക് മാറി. അപ്പൊ സ്ത്രീക്കുള്ള ക്യാരക്ടേഴ്സ് പിന്നെ ഉണ്ടെങ്കിലും ഹീറോയിൻസ് ആ ഒരു അടിച്ചുപൊളി ലെവലിലുള്ള പിള്ളേര്, ഇപ്പൊ പ്രേമലു നോക്കി കഴിഞ്ഞാലും ഏത് മഞ്ഞുമൽ ബോയ്സ് നോക്കൂ, പെണ്ണുങ്ങളെ ഇല്ല, അവരുടെ ആ ഫാമിലി കാണിക്കുമ്പോൾ ഉള്ള 2-3 അമ്മമാരേ ഉള്ളൂ. അപ്പം ആ രീതിയിലുള്ളൊരു മാറ്റമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊന്നു കഥ തുടരുന്നതിനകത്തല്ലേ ഞാൻ അതാ പറയാൻ വന്നേ, കോമഡി അഭിനയിച്ചപ്പോ എങ്ങനെയൊക്കെ ആൾക്കാർ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കഥ തുടർന്നു ചെല്ലുമ്പോഴും സീരിയസ് ക്യാരക്ടേഴ്സ്, ഇപ്പൊ മോളി ആൻഡി റോക്സ്, ഞാനും രേവതി ചേച്ചിയും അതുപോലെ. അപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി സീൻസ് ഉണ്ട്. ഞാനും ചേച്ചിയും കൂടെ സെമിട്രിയുടെ മതില് ചാടി പോകുന്നതും അങ്ങനത്തെ ഒക്കെ സീൻസ് ഒക്കെ. അപ്പം അതും ഭാഗ്യദേവതയും ഇതിനും അപ്പുറം ഒക്കെ വളരെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തതിനെ അതുപോലെ തന്നെ ആൾക്കാർക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അയ്യോ, മാമുഅങ്കിളുമായിട്ട് സത്യം പറഞ്ഞാൽ നരൻ മുതലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. എന്റെ ഫസ്റ്റ് ഫിലിം അതാണ്. അപ്പോ കൺകൾ ഇരണ്ടാൽ എന്നുള്ള ആ പാട്ടിന്റെ ഇതിലിട്ടിരിക്കുന്ന മാമോങ്ങള് തൊട്ടടുത്തുണ്ട്, നിനക്ക് ഞങ്ങളുടെ കൂടെ ജാഥയ്ക്കൊക്കെ വന്നു പിന്നെ പെണ്ണുമ്പിള്ള ഇല്ലേ വീട്ടില്, പെണ്ണുമ്പിള്ളനെ വിളിച്ചോണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ത്രൂ ഔട്ട് എന്റെ ക്യാരക്ടർ ഇല്ലേ, എന്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ലളിതാമ്മ ഭാഗ്യദേവതയിലും എന്റെ കൂടെ ഉണ്ട്, കഥ തുടർന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കുറേ ദിവസം ഉണ്ട് 2 സിനിമയിലും. ഞങ്ങളുടെ 2 പേരും ബർത്ത്ഡേ ഒക്കെ ആ സെറ്റിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ലളിതാമ്മ മാർച്ച് 10 എന്നുള്ളത് ലളിതാമ്മ മിണ്ടാതിരിക്കും, മാർച്ച് 11 ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പം ആ ലളിതാമ്മ പറയാറുണ്ട്, സത്യം നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് എഴുതി വെക്കുന്നത്. സത്യം പറ, സത്യം നീ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സത്യം എഴുതിയതല്ലേ എന്ന് പറയാം. അതുപോലെ എന്റെ സ്വഭാവം അതുപോലെ മാച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് സത്യങ്ങൾ എഴുതി വെക്കുന്നത്. ഈ അതുപോലെ നേരെ ഈ ക്യാരക്ടറിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള റീസൺസ് എന്തായിരിക്കും? അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും വരുമല്ലോ. നമുക്കൊരു ക്യാരക്ടർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. എന്റെ ക്യാരക്ടർ ഇതില് ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. ചേച്ചിയുടെ പോലെ എനിക്ക് ചേച്ചിയുടെ ബാക്കിയുള്ള മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു പാവം ചേച്ചിയാണ്. നന്ദുവിന്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ലൈഫിലേക്കാണ് ശരിക്കും ക്രിസ്റ്റി കടന്നു വരുന്നത്. എന്റെ നാത്തുവിനായിട്ടാണ്. ഒരു മഴയത്ത് ക്രിസ്റ്റി ഒരു വെളുപ്പിനെ, ഞാൻ പ്രഗ്നന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് രാത്രിയിൽ വന്നു കയറിയ, മഴയത്ത് വന്നു കയറിയ ഒരു അപരിചിതൻ, അതാണ് ക്രിസ്റ്റി. ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 1-2 ഇന്റർവ്യൂസ് മാത്രമേ വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഇന്റർവ്യൂവിന് പിടി കൊടുക്കാത്തതാണോ അതോ കുറെ പേര് വിളിച്ചിട്ടുണ്ടാവില്ല ആണോ? അയ്യോ, ഇന്നലെ വരെ അതായത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ സത്യം പറഞ്ഞ പേടിയാ, ഇഷ്ടമില്ല. എന്താ കാര്യം എന്ന് പറയുമ്പോ ഈ പിന്നെ തംബ്ലൈൻ തോന്നിയതുപോലെ ഉണ്ടാക്കി വെക്കും ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്. ഓപ്പൺ ആയിട്ട് പറയണം, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ആ പറയുന്ന ഇന്റർവ്യൂ ആയിട്ട് നമ്മുടെ കണ്ടന്റുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവില്ല. സെക്കൻഡ്, ഞാൻ എന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് സ്കിപ്പ് ചെയ്യണം എന്ന് തോന്നുന്നത് പോലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു ആൻസർ പറയുകയാണ് ചെയ്യുന്നത്, വളരെ സത്യസന്ധമായിട്ട്. അതിനൊരു എന്താ പറയാ, വേറെ ഒരു സ്റ്റൈലിൽ വേറൊരു ആംഗിളിലൊന്നും ഞാൻ അതിനെ കവറപ്പ് ചെയ്തൊന്നും സംസാരിക്കും. എന്താണോ അതിന്റെ കറക്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ആൻസർ തന്നെ ആയിരിക്കും. ഞാൻ അതങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട്, നമ്മൾ പറഞ്ഞത് ഏത് ആംഗിളിലാണ് എന്നുള്ളത് പ്രേക്ഷകന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് കാണാണ്ട് ഈ തംബ്ലൈൻ മാത്രം വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടോ എന്തൊക്കെ ഈ പ്രബുദ്ധ കേരളം എന്താ പറയാ നവോത്ഥാനക്കാരെന്ന് പറഞ്ഞിട്ട്
എന്തൊക്കെ തെറിയും തെമ്മാടിത്തരും ഒക്കെയാണ് എഴുതി വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. എന്റെ അച്ഛനെയും വീട്ടിൽ ഇരിക്കുന്ന പാവ അമ്മേനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് എന്റെ മോള് പിന്നെ മലയാളം വായിക്കാൻ അറിയാറായിട്ടില്ലാത്തതുകൊണ്ട് കുട്ടി കുഴപ്പമില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ്, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, എന്റെ ചേച്ചിമാര്, എന്റെ സിസ്റ്റർ ഇൻ ലോസ്, എന്റെ മദർ ഇൻ ലോ, ഇങ്ങനെ നമുക്കും ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അവർക്കൊക്കെ എന്തുമാത്രം വിഷമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം എന്നെ ഒരു മീഡിയ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്റർവ്യൂവിന്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോ പോലും നിങ്ങൾ അതൊന്ന് മ്യൂട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ പേരൻസിനെ തെറിവിളി കേൾപ്പിക്കുന്നത്? അപ്പൊ നമ്മൾ അതൊരു നേരത്തെ സിനിമയുടെ മാറ്റം പറഞ്ഞതുപോലെ സാമൂഹിക മാറ്റം പറഞ്ഞ പോലെ അതും ഒരു സാമൂഹിക മാറ്റത്തിൽ പെട്ട ഒരു കെട്ട മാറ്റമാണ് അതും. അതായത് എവിടെയോ ഇരിക്കുക, ആലോചിച്ച് നോക്കൂ, നമ്മളെ നേരിട്ട് ഒരു പരിചയവും ഇല്ല, നമ്മളെ കണ്ടിട്ടും ഇല്ല, ഇനി ജീവിതകാലം മുഴുവനും കാണാതെ ഇരിക്കുന്ന 2 മനുഷ്യര് ഈ ഒരാളിനെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാതെ എവിടെയോ കള്ളും കഞ്ചാവും ഒക്കെ കഴിച്ചിട്ട് എവിടെയോ മൂലയ്ക്ക് സ്വകാര്യതയിൽ പോയിരുന്ന് 100 രൂപയ്ക്ക് നെറ്റും റീചാർജ് ചെയ്തിട്ട് ഒരു ഫോണിന്റെ സ്വകാര്യതയല്ലേ, ഒരു ഇങ്ങനെ ഒരു ഫോൺ എന്ന് പറയുന്നത് തികച്ചും ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ചെന്ന് ഇവൻ എന്താ ഫോണിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പോയി നോക്കാൻ പോണില്ല അല്ലെ. അതെടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഈ അശ്ലീലം സ്ത്രീകളെ കുറിച്ചായിക്കോട്ടെ, പുരുഷന്മാരെ കുറിച്ചായിക്കോട്ടെ, യേശുദാസിനെ കുറിച്ചായിക്കോട്ടെ, മമ്മൂട്ടിയെ കുറിച്ചായിക്കോട്ടെ, മഞ്ജുവാര്യരെ കുറിച്ചായിക്കോട്ടെ, ലക്ഷ്മിപ്രിയയെ കുറിച്ച്, ആരെക്കുറിച്ചും എന്തും എഴുതുന്ന രീതിയിൽ എന്ത് പുരോഗമനം, എന്ത് സാമൂഹിക പുരോഗമനമാണ് മലയാളികൾ നേടിയത്? വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടോ ഇത്? ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്, ഇത്രയും പ്രാദേശിക ഭാഷകളുണ്ട്. നോക്കൂ, എന്തിന് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, ചന്ദ്രയാൻ ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷവും ISROയുടെ പേജിന്റെ താഴെ വരെ വന്നിട്ട് ഈ ചീത്ത പറയുന്നത് മലയാളം ലാംഗ്വേജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? സഹിക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും നേരില്ലാത്തോണ്ട് ഞാൻ നോ പറയും. അതെ അതെ. നൈറയ്ക്കാണെങ്കിലും ഇപ്പൊ മീഡിയയിൽ വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അറിയില്ല. പക്ഷെ ഒരു അതിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു? ലൈക്ക് ഇപ്പൊ 2015-16 ടൈമിൽ ഉള്ള പോലെ അല്ല ഇപ്പോ, അല്ലെങ്കിൽ ബിഫോർ കോവിഡിനുള്ള ടൈം പോലെ അല്ല ഇപ്പോ. ഈവൻ മൂവി പ്രൊമോഷൻ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നന്നായിട്ട് നല്ല രീതിയിൽ മാറി. അപ്പൊ അതിനെ എങ്ങനെ നൈറ ടേക്കപ്പ് ചെയ്യുന്ന രീതി? അത് ഒരു മനുഷ്യന് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതുപോലെ ഈ സോഷ്യൽ മീഡിയക്കും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. സോ ഞാൻ അങ്ങനെ കാണുന്നു. കാരണം പോസിറ്റീവ്ലിയും അത് നന്നായിട്ട് നല്ല ഇമ്പാക്ട് പോസിറ്റീവ്ലിയും വരുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ്ലിയും നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ ഫോണിൻ്റെ യൂസേജ് ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. സോ അത് മാത്രമല്ല, ഇപ്പോൾ റീൽസ് ആണെങ്കിലും ശരി, ഒരു മൂവി പ്രൊമോഷൻ എത്രമാത്രം അത് യൂസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം. കാരണം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അതല്ലാതെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ കമന്റ്സ് ആയിക്കോട്ടെ, അതിൽ പിടിച്ച് ഒരു കമന്റ് വരുന്നതിലല്ല പ്രോബ്ലം. കമന്റിൽ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ കമന്റ് ചെയ്ത് റീകമന്റ് ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക്. അതെ, അത് നമ്മൾ ചെറിയൊരു സാധനമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ അത് വല്ല ഈ ഭൂമി തന്നെ ഇല്ലാണ്ടായി പോവും ആ ഒരു മാറ്റർ കൊണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ ആക്കി കളയുന്ന ഒരു തരം. അതെ, അത് ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒരാളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒരാളുടെ മതം, ഒരാളുടെ ഹെയർ സ്റ്റൈല്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഡ്രസ്സിംഗ് സ്റ്റൈൽ മറ്റൊരാളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ രാഷ്ട്രീയം, എന്റെ മതം, എന്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ വിശ്വാസം, അവിശ്വാസം, ഇതൊന്നും താങ്കളെ ഒരു രീതിയിലും ബാധിക്കാത്ത വിഷയങ്ങളാണ്. പിന്നെ എന്തിനാണ് ഈ ആൾക്കാര് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം താങ്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ താങ്കളുടെ എല്ലാത്തിനെയും ചേർത്ത് എനിക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ സാധിക്കണം, അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. ആ രീതിയിൽ തന്നെ ഇപ്പൊ പോസിറ്റീവ് ആയിട്ടും കുറെ ആൾക്കാര് ട്രോൾസ് ഒക്കെ ആണ് നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ, നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അത് കാണുമ്പോ ഒരു രസമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിഗ് ബോസിൽ ബുള്ളറ്റിന്റെ എക്സിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ കുറെ ട്രോൾ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതൊക്കെ കാണുമ്പോ എങ്ങനെയാ, ഹൗ ഡു യു ഫീൽ? ആക്ച്വലി എന്നെ ട്രോളുന്നതും എന്നെ കളിയാക്കുന്നതും ഒക്കെ മറ്റുള്ള ഒരാളിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാളാണ് നന്നായിട്ട് ഒരു പരിധി വരെ. പക്ഷെ ഇതിന് ഒരു അശ്ലീലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു അതിർവരമ്പുണ്ട്. അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി
അതൊരു മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത, കൺസിഡറേഷൻ അത് ഉണ്ടാവണം. അതായത് ഞാനൊക്കെ ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലും റെസ്പെക്ട് ചെയ്യുന്ന, അതിന് സ്പേസ് കൊടുക്കുന്ന, അതിനെ കേൾക്കുന്ന, അതായത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവനെ കേൾക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കണം. യെസ്. അപ്പൊ അങ്ങനെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എന്താ പറയാ ആ ഒരു റെസ്പെക്ട്, ഒരു ഇത് കൊടുക്കണ്ടേ. അതല്ലാതെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. എന്നെ എന്ത് കാണിച്ചാലും എന്നെ അതൊന്നും ബാധിക്കാറില്ല. അത് അയ്യോ 16 മില്യൺ ഒക്കെയാണ് വ്യൂസ്. അപ്പൊ ഞാൻ അതൊക്കെ ആക്ച്വലി എനിക്ക് ഇവര് തിരിച്ചു വന്നല്ലോ, റീ എൻട്രി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ അടുത്ത് ഡെയ്സി വന്നിട്ട് ചോദിച്ചു, ചേച്ചി പരിപ്പ് കഴിച്ച് മടുത്തോ? അപ്പൊ ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ആക്ച്വലി ബിഗ് ബോസിലെ തന്നെ ഒരു വൺ ഓഫ് ദ വെരി സീരിയസ് കോൺവെർസേഷൻ ആയിരുന്നു ഇത്, ഒരു ബിഗ് ഇഷ്യൂ. അതിനെയാണ് അശ്വിൻ ഭാസ്കർ എടുത്തിട്ട് ഇങ്ങനെ പാട്ടാക്കിയിരിക്കുന്നത്. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. ശരി, ആ കുട്ടീനെ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും. അതുപോലെ തന്നെ ആ മറ്റേ കുട്ടിയും, നമ്മുടെ എന്താ അതിന്റെ പേര്, അയ്യേ ആദ്യം മര്യാദയ്ക്ക് തുണി എടുക്കുക, ആ കുട്ടി. അപ്പൊ അതും അതെനിക്ക് ഭയങ്കര നമ്മളിപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മൾ തോൽപ്പിക്കുകയോ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ. അപ്പൊ ഇതൊന്നും അല്ല. ഞാൻ വെച്ചാൽ എന്നെക്കാൾ നന്നായിട്ട് പെൺകുട്ടികൾ ഡ്രസ്സ് ധരിക്കണമെന്നും അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. വെച്ചാൽ നന്നായിട്ട് മുടി കെട്ടണം, നല്ല മുടി സ്റ്റൈല്, എവിടെയാണ് ഒരു ടൈലറെ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ കൂടെ സ്റ്റാർ മാജിക് ഇതിലൊക്കെ വർക്ക് ചെയ്ത പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടിരിക്കാനും എനിക്ക് അതെ, എനിക്ക് ചിലതൊന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ അത് മറ്റുള്ള ഒരാൾക്ക് ഇട്ടാ ഭംഗിയുണ്ടെങ്കിൽ അതിടണം എന്നൊക്കെ വിചാരിക്കുന്നൊക്കെ തന്നെ ഒരാളാണ്. അത് ഒരു ഭയങ്കര ഒരു പ്രഷറിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചു കൊണ്ട് നടന്നൊരു കുട്ടിയാണത്. അപ്പം അവൾ ഇത്തരത്തിൽ നമ്മളെ ഒരു ക്യാപ്റ്റൻ ആയതിന്റെ പേരില് എന്താ പറയാ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയ ഒരു ഫീലിലൊക്കെ എന്റെ അടുത്ത് പെരുമാറിയപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്. അതൊക്കെ ഇത്ര ഇതായിട്ട് ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, ഇത്ര നല്ലതായിട്ട് ജനം ആഘോഷിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, അതിൽ ഏറ്റവും എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിച്ചാൽ ഷോ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിന്റെ അന്ന് ബോംബെയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് ഫ്ലൈറ്റ് മിസ്സായി. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും നമ്മളെ പെട്ടെന്ന് നമ്മളെ വിടാറുണ്ടല്ലോ. അപ്പം അങ്ങനെ സമയം പോയിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇവര് ഹിന്ദിക്കാരാണ് ഇവര്. എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. തന്നെയല്ല ഈ 100 ദിവസമൊക്കെ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരോട് എന്ത് പറയണോ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാതെ മൊത്തത്തിലെല്ലാം പോയി, കിളി പോയി, ഔട്ട് ആണ്. അത് കുറച്ച് സമയം എടുത്തു. കാരണം അതില് ഈ 100 ദിവസം മനുഷ്യന്മാരെ കാണാത്തത് മാത്രല്ല, 100 ദിവസം സൺലൈറ്റ് അടിക്കുന്നില്ല, നമ്മൾ നാച്ചുറൽ മണ്ണിൽ നമ്മൾ ചവിട്ടുന്നില്ല, എയർ നമുക്ക് ഡയറക്റ്റ് എയർ സർക്കുലേഷൻ ഇല്ല. ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളുണ്ട്. തിരിച്ചു വരുമ്പോ പിന്നെ വെച്ചാൽ കണ്ണില് ഭയങ്കര ബ്രൈറ്റ്നസ് അല്ലേ, നമ്മൾ ഈ വെളിച്ചത്ത് ഓവർ ലൈറ്റിലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ണിലും നടക്കുമ്പോഴൊരു ചെരിഞ്ഞു പോകലും ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഒരു കുട്ടി പിന്നെയും പുറം ലോകത്തെത്തി പിച്ച വെച്ച് നടക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ എനിക്ക് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സുരാജേട്ടനോ എനിക്ക് എങ്ങനെ എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ എനിക്ക് അറിയുന്നില്ല, ATM കാർഡിന്റെ നമ്പർ അറിയുന്നില്ല, ഈ ഇത് പിന്നെ എന്താ പറയാ SIB മിററിന്റെ ഒക്കെ പാസ്വേഡ് അറിയുന്നില്ല, ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പം പിന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കണം, പുതിയ ടിക്കറ്റ് എടുക്കണം. ഇതൊക്കെ സുരാജേട്ടൻ എയർപോർട്ട് മാനേജറെ വിളിച്ചു പറഞ്ഞിട്ട് ആ മാനേജറാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഉള്ള ഫ്ലൈറ്റിനാണ് പിന്നെ ഞാൻ വരുന്നത് 4 o'clock. അപ്പൊ ആ സമയത്ത് എന്നെ ഈ എയർപോർട്ട് മാനേജർ സുരാജേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ട് എന്നെ ഒരു VVIP സ്യൂട്ടിലേക്കാണ് ഇവരെന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഒക്കെ വരുമ്പോ ഇരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒക്കെ ഉള്ളവരെ കൊണ്ടുപോയി ഇരുത്തത്തില്ലേ, അതുപോലെയാണ് എന്നെ കൊണ്ടുപോയിരിക്കണേ. സ്പെഷ്യൽ ട്രീറ്റ്. അല്ലാതെ എനിക്കൊന്നും അറിയാം, ഒന്നാമത് ഹിന്ദി ഒരക്ഷരം അറിയില്ലാത്ത ആളാണ്. അപ്പൊ എന്നെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് ഒരു കുട്ടി, അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഒരു കുട്ടി, ഒരു മെലിഹ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, ആ കുട്ടി എന്നെ കണ്ട ഉടനെ
അറിയൂ മലയാളി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂട്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു കാണുന്നുണ്ടായിരുന്നോ ബിഗ് ബോസ്? അന്ന് പിന്നെ അല്ല, ഇതില് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഇതൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോ കണ്ട് പിന്നെ അവൾ ഇത് എന്നെ കാണാൻ വേണ്ടി ഇത് കണ്ടു തുടങ്ങിയത്. അതൊരു ഭയങ്കര ഒരു അതെ. അപ്പൊ ആ കുട്ടി എന്നെ പെട്ടെന്ന് എനിക്ക് ബെഡും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് 4 മണി വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോഫി സാധനങ്ങളൊക്കെ കൊണ്ടുതന്ന് എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് മൊബൈൽ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി. അതെ അതെ, അതൊരു മലയാളി അല്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ നൈറ ആണെങ്കിലും ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ലേ? അപ്പൊ എങ്ങനെ സോളോ ട്രാവൽ നന്നായിട്ട് അങ്ങ് പഠിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. ഈ സോളോ ട്രാവൽ പോകുന്ന ആളാണോ അതോ സോളോ പോകുന്ന ആളാണ്? എവിടെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഇല്ല, ഞാൻ അധികം ട്രാവൽ ഒന്നും പോയിട്ടില്ല. വയനാട് ടു കന്യാകുമാരി, അത് എന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇപ്പോ റീസെന്റ് വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്? അതെ, ലേറ്റസ്റ്റ് ആയിട്ട്. ബുള്ളറ്റ് ഓടിച്ച് ബുള്ളറ്റ് അവിടെ ബുള്ളറ്റ് ആ എക്സിറ്റ് ആക്കിയത് വന്നത് കഴിഞ്ഞിട്ടാണ്. അല്ല, ഞങ്ങൾ ഇന്നാണ് ഇവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ആദ്യമായി കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, അത് ഭർത്താവിന്റെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലുമാണ്. സർപ്രൈസ് തരാൻ വേണ്ടി ഇല്ല. ഓക്കേ, എന്നിട്ട് പോയി അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ആൾക്കാരെ കാണാം, പരിചയപ്പെടാം. അതും സിംഗിൾ ആയിട്ട് പോകുമ്പോൾ, ഇപ്പോൾ തമിഴ്നാട് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ബൈക്കിലല്ല എങ്കിൽ കൂടിയും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. സോ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് ട്രാവൽ ചെയ്യാറ്. ഇപ്പൊ ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ബിഗ് ബോസിലൊക്കെ നമ്മൾ എന്താണോ, നമ്മുടെ ക്യാരക്ടർ എന്താണോ അത് കറക്റ്റ് ആയിട്ട് കാണിക്കും. അപ്പൊ അതിന്റെ ടൈമിൽ തന്നെ പലപ്പോഴും പല കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്, ശരിക്കും ഇത് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും അല്ലെ ഇങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ പോയൊരു നിലയിൽ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങനെ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആദ്യമേ വേറൊരു കാര്യം പറയട്ടെ. ഈ ബുള്ളറ്റ് എവിക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പം എല്ലാരും ഞാൻ നോക്കിയ നോട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ആൾക്കാര് കഥ എന്തറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാൻ എന്തിനാ അങ്ങനെ നോക്കിയത്? മിസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല ഇതുകൊണ്ടാവാം. എന്തായിരിക്കാം, എന്തൊക്കെ ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയായിരിക്കാം. പുറത്ത് പോയാൽ മിസ് ചെയ്യും, സെന്റിമെന്റൽ ആവാം, അല്ലെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് എടുക്കുവോ അവിടെ വരെ പോയിട്ട്, അതാണോ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഞങ്ങളോടല്ലേ ചോദിച്ചത് വീണ്ടും ഒരു റൗണ്ട് തിരിച്ച് വരുമോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെയും കൂടെ എന്റെ കൂടെ വരുന്നുണ്ടോ എന്നാണ്. ഇതൊക്കെയാണ് കുഴിത്തുരുമ്പ്, ഇതൊന്നല്ല. എനിക്കറിയാം ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഇനി ഒരു 2 hours കൂടെ ഒക്കെ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഫൈനൽ ഡേ അല്ലേ? ഓരോരുത്തരും ആയിട്ട് പൊക്കോണ്ടിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുന്ന 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവരോട് എനിക്ക് യാത്ര പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യന് 100 ദിവസം ജീവിച്ച ഒരു സ്ഥലത്തേക്ക് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നതല്ലേ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക്. അപ്പൊ ഞാൻ യാത്ര പറഞ്ഞിട്ടില്ല, ഒന്നത്. 2 എന്ന് പറഞ്ഞാൽ ആ വീട് ഇനി എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് ആ ഒരു പെയിൻ വരുന്നതും ആ ഒരു പാട്ട് വരുന്നതും എന്താ പറയാ കവിത ചൊല്ലിയതും ഒക്കെ. ആ ഒരു ഇത് മനസ്സിലേക്ക് വന്നത് ലാലേട്ടൻ പറയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. നിങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഈ വീട് പൊളിക്കും, ഇനി ഈ വീട് ഉണ്ടാവുകയില്ല. ലൈഫിൽ ഒരിക്കലും നമുക്ക് ഇനി ആ വീട് കാണാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഇനി ഒരിക്കലും ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വരില്ലായിരിക്കും. എങ്കിൽ പോലും വീട് പൊളിച്ചു കളയുന്ന ഒരു ഫീൽ ഇല്ലല്ലോ. എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വരും എന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മൾ ബൈ പറഞ്ഞിട്ട് പോരുന്നത്. ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ കോണ്ടാക്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും അങ്ങനത്തെ ഒരു ഫീലാണ്. പക്ഷെ ഈ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ആ വീടിനോട് 100 ദിവസം ജീവിച്ച വീടിനോട് ഒരുപാട് സെന്റിമെന്റ്സും കാര്യങ്ങളും ഒരുപാട് സ്നേഹവും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കവിത, കഥ അതൊക്കെയുള്ള മൈൻഡിലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഒരു സാധാരണ ആൾക്ക് തോന്നുന്നതിനെക്കാട്ടിലും കൂടുതൽ അറ്റാച്ച്മെന്റ്, അതിൽ സെന്റിമെന്റ്സ് ഫീൽ ചെയ്യുന്നത്. അത് രണ്ടാമത്തെ റീസൺ. 3, അവിടെ ഞാൻ നട്ട് നനച്ച് പരിപോഷിപ്പിച്ച് എന്റെ മകളുടെ പേരിട്ട് വളർത്തിയ ഒരാളുണ്ടായിരുന്നു, എന്റെ ചെടി. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോരുത്തരും ഈ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാ കൊണ്ടുപോകുന്ന എല്ലാരും ഇങ്ങനെ ചോദിക്കുകയായിരുന്നു.
അപ്പൊ ഓരോരുത്തർ പറയും ഈ സിംഹത്തിന്റെ തല കൊണ്ടുപോകും, അശ്വിൻ പറയും ഈ കുതിര, ഈ സിംഹത്തിനെ എനിക്ക് വേണം, വേറൊരാള് പറയും ക്യൂരിയോസ് ഉണ്ടല്ലോ ഒരുപാട്, ഈ കുതിരേനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, പെൺപിള്ളേര് പറയും കിച്ചൺ നിന്നുള്ള ആക്സസറീസ് സാധനങ്ങൾ കൊണ്ട്, അത് കൊണ്ട് ഇത് കൊണ്ടോ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ചെടി വിത്ത് ചട്ടി ആ പോട്ട് അടക്കം ഞാൻ കൊണ്ടുവന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് പോയില്ലേ, കണ്ണടച്ച് തുറക്കും മുമ്പ് വെള്ളത്തിൽ ഒലിച്ച പോലെ വാനിഷ് ആയിട്ട് ഞാൻ കൈ പോലും കൊടുക്കാൻ പറ്റിയില്ല. കയ്യല്ല ഈ ചെടി, കൈ കൊടുക്കാത്ത പോട്ട് അത് പുറത്താക്കി എന്റെ ചെടി എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റിയില്ല. അത് എന്റെ മകളെ ഉപേക്ഷിച്ച്, മാതങ്കി എന്ന് പേരിട്ടല്ലേ വളർത്തിയത്, അപ്പൊ എന്റെ മകളെ ഉപേക്ഷിച്ച് പോകുന്ന അത്രമാത്രം വിഷമം എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഫൈനലി അവരത് എന്ത് ചെയ്തോ? ഐ ഡോണ്ട് നോ. ഞാൻ ഓർക്ക് മാത്രമല്ല, ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ചില അവര് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവില്ല, അവിടെയൊക്കെ ചൂടാണ്, അത് പോയി കാണും, അത് അങ്ങനെയാവും, ഇതിന് എന്ത് സംഭവിച്ചു കാണും അറിയില്ല. അവർ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഇല്ലേ, നമ്മൾക്ക് ഉണ്ടാവുന്ന സെന്റിമെന്റ്സ് ഒന്നും വേറൊരാളുടെ മനസ്സിലില്ലല്ലോ അല്ലേ. ഫീലിങ്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ്, എന്താ വിചാരിച്ചത്, എന്തായിരിക്കും. ഓപ്ഷൻ കിട്ടിയ നൈറ പോവോ? നെക്സ്റ്റ് ടൈം ഇപ്പം പറയുകയാണ് ഓക്കെ നെക്സ്റ്റ് ടൈം വിളിക്കുന്നു, will you go for that? ഇല്ല, എനിക്ക് താല്പര്യമില്ല. അത് ഇങ്ങനെ അടഞ്ഞിരിക്കാൻ ബിക്കോസ് ഫ്രീ ആയിട്ട് റൈഡ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. സിനിമയിലേക്ക് വരും ഇപ്പൊ ഫോർച്ചുനേറ്റ്ലി ഇപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പല പെൺകുട്ടികളും ഒരു പാട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു ഭാഗം കാണുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് അവര് തന്നെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. ഞാൻ ഇവരെ സാധനം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിലേക്ക് വരുന്നേ ഞാൻ പ്രതീക്ഷിക്കാൻ പോയിട്ടൊന്നും ആലോചിച്ചിട്ട് വരില്ല, ഓർത്തിട്ട് പോലും ഇല്ല. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ട് ഇപ്പൊ ഫോർച്ചുനേറ്റ്ലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹാപ്പിയാണ്. ഐ എം ഹാപ്പി. ഈ കോണ്ടാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ പോലും നിങ്ങളുടെ ബിഗ് ബോസ് ഒക്കെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസും കൂടെ ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ആയിരുന്നല്ലോ, കാരണം ഫ്രണ്ട്സ് കുറെ പേര് അങ്ങോട്ടും കുറെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോഴും സ്റ്റിൽ കോണ്ടാക്ട്സ് ഉണ്ടോ? കോണ്ടാക്ട്സ് ഉള്ളത് എനിക്ക് റോബിന്റെ അടുത്ത് മാത്രമാണ്. എനിക്ക് വേറെ ആരുമായിട്ടും കോണ്ടാക്ട് വേണ്ട, അത് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനൊരു ചെറിയ യാത്ര, ഇപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ഞാൻ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്താൽ പോലും കുറെ സൗഹൃദങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. അവരുടെ കോണ്ടാക്ട് നമ്പർ മേടിക്കും, മെസ്സേജ് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോഴും അതിശയമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ ഈ 100 ദിവസം നിന്ന സ്ഥലത്തുനിന്ന് റോബിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ വന്നു എന്നുള്ളത്. സെലക്റ്റീവായി, ഭയങ്കര സെലക്റ്റീവായി ചൂസ് ചെയ്യായി. എന്തായിരിക്കാം? കണ്ടതെല്ലാം പൊയ്മുഖ പാട്ടാണല്ലേ? അതായിരിക്കാം ഒരു റീസൺ. പല ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പം ലക്ഷ്മി ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണോ അത് റിയൽ ആയിട്ട് കാണിച്ചു കൊടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. പക്ഷെ പലർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ലൈക്ക് ഒരു സ്ക്രിപ്റ്റ് പരിപാടിയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? അതിന് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കരുത്. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഞാൻ ഒരൊറ്റ എപ്പിസോഡ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ഈ ഗൂഗിൾ സൂം മീറ്റ് ആയിരുന്നു ആദ്യം ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ആര്യ എന്റെ ഫ്രണ്ടാണ്, വീണ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇവരുടെയൊക്കെ കുറച്ച് ചെറിയ ക്ലിപ്പിങ്സ് അല്ലാണ്ട് ഞാൻ ഒരൊറ്റ എപ്പിസോഡും കണ്ടിട്ടില്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താന്ന് പോലും എനിക്കറിയില്ല, ശരിക്കും എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഷോയിലേക്ക് പോകുന്നത്. അപ്പൊ കടന്നു വരുന്നത്. അപ്പോൾ സീസൺ 1 മുതൽ എനിക്ക് കോൾ ഉണ്ട്. സീസൺ 4ലാണ്. അപ്പൊ ബേബി വളരെ ചെറുത്. അങ്ങനെയാണ് ഞാൻ അവൾക്കൊരു 5 years ഒക്കെ കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവരെന്നെ ഭയങ്കര ടൈറ്റ് ചെയ്ത് ഹഗ് ചെയ്യുന്നു. ഇത് ഏഷ്യനെറ്റിന്റെ അഭിമാനമാണ്, 100 ദിവസം നിന്നോണം, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ എന്നെ ഭയങ്കരമായിട്ടൊക്കെ എല്ലാം ഞാനൊക്കെ ഇതെന്താ ഞാൻ വല്ല യുദ്ധത്തിന് പോകണമെന്നൊക്കെയാണ് എന്റെ പേഴ്സണൽ ഫീൽ. അവർക്ക് അറിയാം, മുഴുവൻ അറിയാം. അത് അങ്ങനെ വേണം, മിടുക്കിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എന്നെ വിടുന്നത്. അതായത് എന്റെ കരിയറിന്റെ തുടക്കം തൊട്ടിട്ട് ഏഷ്യനെറ്റാണ് എന്റെ ഒരു
വളർത്തമ്മ ശരിക്കും പറഞ്ഞ കേട്ടോ. ഒരു എന്താ പറയാ, ഒരു ഗോഡ് ഫാദർ അങ്ങനെയൊന്നും എനിക്കില്ല, പക്ഷെ ഒരു വളർത്തമ്മ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റ് ആയിരിക്കും. ഏഷ്യനെറ്റിലെ രജി ചേട്ടൻ, പ്രവീൺ ചേട്ടൻ, അങ്ങനെ എനിക്ക് കുറെ ആൾക്കാരുണ്ട് ഏഷ്യനെറ്റിലെ എല്ലാവരും, ഒരുവിധം എല്ലാവരും 18 വയസ്സ് തൊട്ടിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പം ഇവരെല്ലാം എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ട് അകത്ത് പോവാ. അകത്ത് പോകുമ്പോൾ മൈക്കിട്ട് തന്നു. അതിന് മുമ്പ് എന്ന് വെച്ചാൽ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ഫസ്റ്റ് കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് ഇവര് കാറിൽ നമ്മളെ കുറേ റൗണ്ട് അടിപ്പിച്ചിട്ട് നമ്മളുടെ വിചാരം നമ്മൾ എത്ര കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് ഇവര് വന്ന സ്ഥലത്ത് തന്നെയൊക്കെയാണ് പറ്റുന്നത്. അതൊന്നും നമുക്കറിയില്ലല്ലോ, ഒന്നും നമുക്കറിയില്ല, കണ്ണ് അഴിക്കുന്നില്ല. എന്നിട്ട് ഇത് നമ്മളെ അഴിച്ചിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്കാണ് പിന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് ലാലേട്ടൻ്റെ അടുത്ത് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് ലക്ഷ്മിയുടെ പ്ലാൻ, എന്തൊക്കെ. ഞാൻ ഒഴിഞ്ഞ കുപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്, അതിലേക്ക് വെള്ളം എങ്ങനെ ഫില്ലാവുന്നു അതുപോലെ ആയിരിക്കും ഞാൻ, കുപ്പിയുടെ വളർച്ച. അപ്പൊ പറഞ്ഞു ഞാൻ എൻജോയ് ചെയ്യാൻ വന്നു. ലാലേട്ടൻ ഇതേപോലെ തന്നെ ഒരു ചിരിച്ച് എൻജോയ് ചെയ്യാൻ ഞാൻ ഇവിടെ തന്നെ കാണും, ബിഗ് ബോസ് ഹൗസിലേക്കോ എന്ന് ചോദിച്ചു. അത് ഞാനോ അതൊക്കെ പറഞ്ഞിട്ട് ശരി കിട്ടുന്നത് പോയി മേടിച്ചു ലാലേട്ടൻ പാക്ക് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ ആ വണ്ടിയിലേക്ക് വരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് വീണ്ടും ഇങ്ങനെ സഞ്ചരിച്ച് പിന്നെ മൂക്ക് ഓപ്പൺ ആയിരുന്നോണ്ട് ഭയങ്കര കുതിരച്ചാണകത്തിന്റെയൊക്കെ ഭയങ്കര മണമൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെ, അങ്ങനെ ഒരു ഗലി പോലത്തെ ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാലിൽ ഇതൊക്കെ പറ്റുന്നുണ്ടോ എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്നിട്ട് ഇത് ഒന്നാമത് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയാ കോൺഷ്യസ്നെസ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ വന്നു എന്തോ ഒരു സാധനം കഴുത്തിൽ കൂടി ഇടിയിപ്പിച്ചു, അതാണ് മൈക്ക്. ഓക്കെ, അതാണ് മൈക്ക്. അങ്ങനെ വെച്ചിട്ട് എന്തോ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ആവുന്നു, നമ്മളെ തള്ളുന്നു. അറ്റ് ദ സെയിം ടൈം അവർ ഇത് റിമൂവ് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ നോക്കുന്നത് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ നമസ്കരിച്ചു, എൻട്രായി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പൊരിഞ്ഞ യുദ്ധമാണല്ലോ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, അതായത് ഞാനൊരു 19 വയസ്സിലെ നരനാണ് ആദ്യത്തെ സിനിമ, 20 കൊല്ലമാകുന്നു സിനിമ വന്നിട്ട്. എൻ്റെ അടുത്ത് അതിന് മുമ്പോ ശേഷമോ ഒന്നും ഒരാളും എൻ്റെ അടുത്ത് ഇതുപോലൊന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കുവോ പറയുവോ, ഇതൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എൻ്റെ ലൈഫിൽ എനിക്കില്ല. എല്ലാരും നമ്മളെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് കാണുന്നു, അതിന്റെ ഒരു ബഹുമാനം പരിഗണനയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടിട്ടില്ല, ഇങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്റേതായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് വീട്ടില് അങ്ങോട്ടായിരിക്കും അവിടുത്തെ ഇങ്ങോട്ട് എന്തായാലും ഇതൊന്നും എനിക്ക് അനുഭവം ഇല്ല. അങ്ങനെ അപ്പൊ ഞാൻ ആലോചിക്കുക അങ്ങോട്ട് അല്ലെ, ഈ പുറത്തുനിന്നുള്ള ഈ പ്രഷറും കാര്യങ്ങളും എല്ലാം അവിടെ ആയിരിക്കുമല്ലോ കൊണ്ടത്. എല്ലാ മനുഷ്യരും അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് അവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെയായി ഈ ഒരാഴ്ചയൊക്കെ ആയി കാണുമായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ കരച്ചില് പിഴിച്ചില് എനിക്ക് വയ്യാകും. ഞാൻ ആലോചിക്കുക ഇന്നേർ എന്താ കൊണ്ട് വെച്ചില്ല, ഞാൻ ആലോചിക്കുന്നതാണ്. സ്ക്രിപ്റ്റ് ആണല്ലോ എന്നുള്ളതല്ല, സ്ക്രിപ്റ്റ് ഒന്നുമില്ല, കാരണം ഇവരൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇവര് എന്നേർ വെച്ചാൽ ഞാൻ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് ഇവരെനിക്ക് പറഞ്ഞു തരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 4-5 ദിവസം വരെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോഴും ലക്ഷ്മി പ്രിയ എന്ന് വിളിച്ച്, ലക്ഷ്മി ഇങ്ങനെ പെരുമാറിയാൽ മതി കേട്ടോ, അവരിങ്ങനെ പറയുമ്പോൾ ലക്ഷ്മിക്ക് ഇങ്ങനെ പെരുമാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതാണ് എൻ്റെ വിചാരം. മനസ്സിലായോ? അപ്പൊ ലക്ഷ്മി എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ, നമ്മളെ ഇപ്പൊ സമാധാനിപ്പിക്കും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ലക്ഷ്മി നിങ്ങൾ ഒരു മികച്ച മത്സരാർത്ഥി. അത് ലാസ്റ്റ് അത് 90 ഡേയ്സ് കഴിഞ്ഞിട്ടല്ലേ. ഇത് ഞാൻ വീക്ക് ഫസ്റ്റിന്റെ കാര്യമാണ് പറയണേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതെന്താ ഞാൻ ലക്ഷ്മി പ്രിയാണെന്ന് ഇവർക്ക് അറിയില്ലേ? അമ്മയാണോ ഞാൻ ലക്ഷ്മി പ്രിയ, ഇവർക്ക് ഞാൻ ഏഷ്യനെറ്റിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്റെ കാര്യത്തിൽ ഒരു പരിഗണനയില്ലേ? ഇവരെന്നെ എന്തിനാ ഈ കരയിപ്പിക്കുന്നത്? ഇവരെന്നെ എന്താ കരയിപ്പിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിങ്ങനെ കരഞ്ഞിരിക്കാനുള്ള ആളാണോ? എന്നെ എന്താ ഇവര് സമാധാനിപ്പിക്കാത്ത? ഇതാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആകെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളത് ഗെയിംസ് തരുന്നില്ലേ, ഓരോ ഇത് തരുന്നില്ല, ടാസ്ക് ഇല്ലേ, ഗെയിംസ് അല്ല സോറി ടാസ്ക്. ഈ ടാസ്ക് അല്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് കയറി ഈ 100 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് വരുന്ന ആ നിമിഷം വരെ സ്ക്രിപ്റ്റും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നിങ്ങളുടെ ഡയറക്ടറും നിങ്ങളുടെ എഡിറ്ററും നിങ്ങളുടെ ഫൈറ്ററും നിങ്ങളുടെ സ്റ്റണ്ട് മാസ്റ്ററും
എല്ലാം നിങ്ങൾ തന്നെയാണ്. അതാണ് നൈന പറഞ്ഞത്, ഒരു താല്പര്യമില്ല. And all the very very best Thank to you the so entire much. crew. Thank you. Crewവിന് all the best പറയുകയാണ്. Thank you. Thank you so much. 12th ന് വേണ്ടി we are waiting. Okay, thank you. Okay. Okay, bye.